വർഗീയ വിഷം ചീറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. मुस्लिम आबादी की बढ़ोतरी 24.6% की दर से हुई और हिंदू आबादी 4.5% कमी हुई. अब मैं इसलिए बताता हूं कि ये फर्टिलिटी रेट के कारण नहीं हुआ है, ये घुसपैठ के कारण हुआ है. जब भारत का विभाजन हुआ धर्म के आधार पर हुआ, हमारी दोनों और पाकिस्तान बनाया गया, जो बाद में बांग्लादेश में कन्वर्ट हुआ और पाकिस्तान में कन्वर्ट हुआ. और वो दोनों जगह से घुसपैठ के कारण ये आबादी में इतना बड़ा परिवर्तन आया है. ഇവർ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യമെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തി, വിരലിലെണ്ണാവുന്ന ഒരു വ്യക്തി ഇല്ലേ ഇല്ല. ഇനി നമുക്ക് വസ്തുതകളിലേക്ക് വരാം. 2011 സെൻസസ് പ്രകാരം 121 കോടി ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിൽ 97 കോടി ഹിന്ദുക്കളാണുള്ളത്. എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ 79.80%. മുസ്ലിങ്ങളാണെങ്കിൽ 17.22 കോടി, അതായത് നമ്മുടെ ആകെ ജനസംഖ്യയുടെ 14.23% മാത്രം. ഇനി നമുക്ക് ക്രിസ്ത്യൻ ജനസംഖ്യ കൂടെ നോക്കാം. 2.78 കോടിയാണ് ക്രിസ്ത്യാനികൾ, അതായത് ആകെ ജനസംഖ്യയുടെ 2.3% മാത്രം. ഇനി ബാക്കി ജൈനരും ബുദ്ധരും സിഖുകാരും ഉണ്ട്, പിന്നെ കുറച്ച് മറ്റു മതസ്ഥരും. നിലവിൽ 97 കോടി ഹിന്ദുക്കളുണ്ട് ഇന്ത്യയിൽ. പിന്നെ എന്തിനാണ് ഈ 14 കോടി മുസ്ലിങ്ങളെ സംഘപരിവാർ ഭയക്കുന്നത്? അവരുടെ സ്ഥിരം പല്ലവി ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഇല്ലെന്നാണ്. ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ 10 വർഷം ഭരിച്ചിട്ട് സംഘപരിവാറിന് ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാനായില്ലേ? ഇത് വെറും വർഗീയ വിഷം ചീറ്റലാണ്. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രത്യുൽപാദനം കൊണ്ടല്ല ജനസംഖ്യ കൂടിയതെന്നും നുഴഞ്ഞുകയറ്റം. ഈ നുഴഞ്ഞുകയറ്റത്തിന് ആരാണ് കാരണക്കാർ? ഇത് മറ്റൊന്നുമല്ല, ബീഹാറിലെ വോട്ടർ പട്ടിക വെട്ടിക്കുറച്ച് ഓർമ്മയുണ്ടോ? അതിനൊരു കാരണം കണ്ടെത്തുക എന്ന് വെച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരെയാണ് മാറ്റിയതെന്ന്. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ സ്ഥാപിക്കാനുള്ള സംഘപരിവാറിന്റെ കുരുട്ടുബുദ്ധി. ഈ 97 കോടി ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും പാവങ്ങളാണ്. പാവങ്ങളെന്ന് പറഞ്ഞാൽ വർഗീയത ഏതൊന്നുമില്ലാത്ത വളരെ കുറച്ച് പേരാണ് ഈ വർഗീയ വിഷം ചീറ്റുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അവരെ നമ്മൾ തിരിച്ചറിയണം, മാറ്റി നിർത്തുക തന്നെ വേണം. ഇന്ത്യയെ നിലനിർത്തണമെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, അല്ലാതെ ഹിന്ദു രാഷ്ട്രമല്ല. ഭരണഘടന വിഭാവനം ചെയ്ത എല്ലാ അവകാശങ്ങളും എല്ലാ മനുഷ്യർക്കും കൃത്യമായി ഒരുപോലെ നൽകേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതോ